ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന സഹനങ്ങളിൽ, പ്രതിസന്ധികളിൽ പകച്ചു നിന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചാൽ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെപ്പോലും മാറ്റുവാനായിട്ട് കഴിയും. ജീവിതത്തിലുണ്ടായ സകല പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിന് സ്തോത്രം പറഞ്ഞ് ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റിമറിച്ച് ഇന്ന് ഉന്നതമായ ഒരു നിലവാരത്തിലെത്തിയ ബ്രദർ പ്രമോദ് ജോസഫ് കഴിഞ്ഞ ആഴ്ചയിൽ തൻ്റെ ജീവിതാനുഭവങ്ങളുടെ ആദ്യ ഭാഗം നമ്മളോട് പറഞ്ഞു. ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കുന്ന ബ്രദറെ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തിയത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അങ്ങ് ധ്യാനം കൂടാൻ പോകുന്ന ആ ഒരു സന്ദർഭത്തിലാണ്. അപ്പം അവിടെ വെച്ച് എന്താ സംഭവിച്ചത്? ബ്രദറെ, ആക്ച്വലി ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കളോടെയും ആ നാട്ടിലൊക്കെ ആ കാലഘട്ടങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഡിവൈൻ ധ്യാന കേന്ദ്രം. ആക്ച്വലി അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, തളർവാദ രോഗികൾ സുഖപ്പെടുന്നു, വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിലാണ് ഞാൻ 96 ധ്യാനത്തിന് പോകുന്നത്. അപ്പം വചനോത്സവം എന്ന് പറഞ്ഞ മാഗസിന് എൻ്റെ അമ്മയുടെ വീട്ടിൽ വരുത്തുകയും അതൊക്കെ അവിടെ സപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഇതൊരു മനുഷ്യനെ കളിപ്പിക്കുന്ന എന്തോ തന്ത്രമാണ്, തട്ടിപ്പാണ്, അല്ല ഇതുപോലെ ഇന്ന് നടക്കുന്ന കാര്യമാണോ? കാഴ്ചയില്ലാത്തവൻ കാഴ്ച കിട്ടുന്നു, തളർവാദ രോഗി സൗഖ്യപ്പെടുന്നു, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അപ്പോൾ ഇത് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഈ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഈനാശു ചേട്ടൻ്റെ കൂടെ ഞാനും എൻ്റെ കുടുംബവും ഡിവൈൻ ധ്യാനേന്ദ്രത്തിൽ പോകാൻ ആദ്യം ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ മാതാപിതാക്കളെ സഹകരണങ്ങൾ വിടുന്നത്. ഞാൻ എല്ലാ വഴി അടഞ്ഞ് അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഒരിക്കലും ഞാൻ ഡിവൈനിൽ പോയിട്ടില്ല, ഡിവൈനിൽ ഒരു ശുശ്രൂഷ ഞാൻ കൂടിയിട്ടില്ല, ഡിവൈനിൽ ആരെയും എനിക്ക് പരിചയമില്ല. പക്ഷേ ഞാൻ ഇത് പറയുന്നിടത്തെല്ലാം ഞാൻ എതിർക്കും. ഞാൻ ആക്ച്വലി പറയും അതൊക്കെ ചുമ്മാ അവിടെ എന്താ ഹിപ്നോട്ടിസം നടക്കുന്ന, മനുഷ്യൻ്റെ കണ്ണിൽ എന്തോ പൊടിയിടുന്ന പരിപാടി, എന്താ മാജിക്കാം. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ധ്യാനകേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ധ്യാനകേന്ദ്രത്തിൽ എന്ത് നടക്കുന്നു എന്ന് അറിയണമല്ലോ. ആ വലിയ ഹോളിൽ, ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ മെയിൻ മലയാളം സെക്ഷൻ്റെ വലിയ ഹോളിലെ സെൻറ്ററിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് 5-8 കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. എനിക്കിരിക്കാൻ കിട്ടിയ സീറ്റിൽ ആ സെൻറ്ററിലെ വരയിലെ ആ സൈഡിൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഒരു 3-4 കസേരയുടെ പുറകിലായിട്ട് ഞാൻ ഇരിക്കുക. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം കണ്ണമയ്ക്കാതെ നോക്കി കണ്ടുകൊണ്ടിരിക്കുക. ഇതെപ്പോഴാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള അറിയത്തില്ലല്ലോ. അപ്പോൾ ആക്ച്വലി ഞാൻ അവിടെ ചെന്നു, ധ്യാനത്തിൽ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ ഭയങ്കര പാട്ട്, ഭയങ്കര ഒച്ചത്തിലുള്ള ഉദിപ്പ്, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഞാനിങ്ങനെ സ്തുതിച്ചിട്ടില്ല, സ്തുതിക്കാൻ എനിക്ക് അങ്ങനെയുള്ള കൂട്ടായ്മയിലൊന്നും ഇരുന്നിട്ടില്ല. അപ്പോൾ അവിടെ ഇരുന്ന് സ്തുതിക്കാനൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ബലം പിടിച്ചിരുന്നു. എങ്ങനെ പറയും, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഇങ്ങനെ പറയും, പാട്ട് പാടുന്നു. അപ്പോൾ ഇങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പലരുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഇങ്ങനെ. അപ്പം ഞാൻ ഈ ധ്യാനത്തിന് കയറും, 12,000-ഓളം ആൾക്കാർ ധ്യാനത്തിനുണ്ട്. ഈ പുറകിലത്തെ സൈഡിൽ ഒരു മനുഷ്യനെ ഇങ്ങനെ ആംബുലൻസെ കൊണ്ടുവന്ന്, ഒരു വീൽ ചെയറെ കൊണ്ടുവന്ന് അവിടെ കിടത്തിയിട്ടുണ്ട്. എടുത്തുകൊണ്ട് വന്നിട്ടൊരു സ്ട്രെച്ചറെ കിടത്തിയേക്കാം. അപ്പോൾ അയാളുടെ ദേഹമെല്ലാം തളർന്ന് കഴിഞ്ഞ് എഴുന്നേക്കായിരുന്നു പറഞ്ഞാൽ എന്തോ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് വർഷങ്ങളായിട്ടുള്ള മനുഷ്യനോട് ധ്യാനത്തിന് കൊണ്ടുവന്ന് ഏറ്റവും പുറകെ കൊണ്ട് കിടത്തേക്കാം. ഒരു ആരാധനയുടെ സമയത്ത് ഈ മനുഷ്യൻ ഈ സ്ട്രെച്ചറിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ഇതിലോട്ടിലേക്ക് ഓടി വരുന്നു. അപ്പം ആരാധനയുടെ സമയത്ത് നായ്ക്കമ്പറമ്പിലച്ഛനും പണിക്കലച്ഛനും ഒക്കെ രോഗസൗഖ്യം അനൗൺസ് ചെയ്യും. അപ്പോൾ ഇത് ഞാനിങ്ങനെ കണ്ടു, ഇങ്ങനെ കയറി വരുന്നു. അപ്പോൾ എല്ലാവരും കൈ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ കണ്ടാണല്ലോ, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ വന്നു. അപ്പോൾ ആദ്യം ഹല്ലേലൂയ ഒക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥയാണ്. ഞാനും അറിയാണ്ട് ഹല്ലേലൂയ പറയാൻ തുടങ്ങി, സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ചില അസ്വസ്ഥതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. മൂക്കിൻ്റെ അകത്ത് നിന്ന് ബ്ലഡ് വരും, ചിലപ്പോൾ ലിറ്റർ കണക്കിന് ബ്ലഡ് പോകും. അപ്പോൾ രാത്രിയിലൊക്കെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പരിചയമില്ലാത്ത ആൾക്കാർ കണ്ടാൽ പേടിച്ചു പോകും. കാരണം എന്ന് വെച്ചാൽ തലവണ്ണയൊക്കെ നനഞ്ഞ് കവിഞ്ഞ് തല ബ്ലഡ് കുളിച്ച് കിടക്കും. അപ്പോൾ പക്ഷേ എനിക്കൊരു അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടില്ല, ബ്ലഡ് വെള്ളം പൊഴുന്ന പോലെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ബ്ലഡ് കട്ട പിടിച്ചൊക്കെ മുഖമൊക്കെ പിടുത്തമായിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഭയം തോന്നും. ചുമ്മാ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ബ്ലഡ്, ഇപ്പോൾ ഡ്രസ്സൊക്കെ നനഞ്ഞ് കുതിരുന്ന പോലെ ബ്ലഡ്. പക്ഷേ വേറെ ഒരു ഫീലിംഗ് ഇല്ല, വെള്ളം കുടിക്കുമോ എന്തെങ്കിലും കാണിച്ച് കഴിയുമ്പോൾ അങ്ങ് നിൽക്കും. അതുപോലെ ചെസ്റ്റിന് നല്ല ശ്വാസം മുട്ടലുണ്ട്, എനിക്ക് ശ്വാസം എടുക്കുക. ആ രോഗത്തിന് ശേഷം കാലിന് നല്ല കഥപ്പുണ്ട്, കാലിൻ്റെ മുട്ടിന് പിടുത്തമുണ്ട്, ഇങ്ങനെ പല പ്രശ്നമുണ്ട്. ധ്യാനേന്ദ്രത്തിൽ ചെല്ലുന്നവർ വേറൊരു പ്രശ്നമുള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആൾക്കാരോട് മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ ആശയങ്ങളുണ്ട്. അതെനിക്ക് പറയാനായിട്ട്, പ്രകടിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയം കിടക്കുന്നതുകൊണ്ട് എൻ്റെ കാലിന് മുട്ട് കൂട്ടിയിടിക്കുമായിരുന്നു. അതുപോലത്തെ അനുഭവം.
ഞാൻ അവിടെ ഇരുന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പല പ്രാവശ്യം നായിക്കമ്പറമ്പ് വെച്ചും വിളിച്ചു പറയുന്നുണ്ട്, പ്രമോദ് എന്ന മകനെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു, ഹാർട്ട് സംബന്ധമായുള്ള രോഗം എടുത്തു മാറ്റുന്നു. അപ്പം ഞാൻ ഓർത്ത് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്, അത് നോക്കി വിളിച്ചു പറയാം. ഇന്നും അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന സമയത്ത് തന്നെ എൻ്റെ ദേഹത്ത് ഒരു കുളിര് കോരുന്ന അനുഭവം, ഒരു തീ കാത്തിരിക്കുന്ന പോലെ അനുഭവം. അപ്പോൾ എൻ്റെ എന്തോ ഒരു അന്ധകാരം വിട്ടുപോയ പോലുള്ള ഒരു അനുഭവം. എനിക്കൊരു റിലീഫായി, ഞാൻ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. ഞാൻ ഇപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു. അന്ന് ആ ധ്യാനത്തിൽ വെച്ച് ആ അനൗൺസ്മെൻറ്റിന് ശേഷം ഇന്ന് വരെയും എനിക്ക് ഏതാണ്ട് 19 വയസ്സൊക്കെ 20 വയസ്സിന് ആ സമയത്താണ് ഞാൻ ധ്യാനം കൂടുന്നത്. അന്ന് മുതൽ ഇന്ന് എനിക്ക് 45 വയസ്സുണ്ട്. 45 വയസ്സിനിടയ്ക്ക് ഇന്ന് വരെയും എൻ്റെ മൂക്കിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് പോലും പറഞ്ഞ വിധത്തിലുള്ള അസുഖങ്ങളൊന്നും പിന്നീട് ഒരു അസ്വസ്ഥതകളും അതുമായി ബന്ധപ്പെട്ട ഒരു രോഗവും എനിക്ക് ഉണ്ടായില്ല. ഞാൻ ദൈവത്തെ അവിടെ നിന്ന് സ്തുതിക്കാതെ അതിശയകരമായൊരു അനുഭവമാണല്ലോ. ഇതിന്റെ വിവിധ ടൈപ്പ് രോഗങ്ങൾ, പല രോഗങ്ങൾ കർത്താവ് അത്ഭുതം മാറി. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ തളർന്നു കിടന്ന തളർവാദ രോഗിയെ പോലെ അല്ല, തളർന്നു കിടക്കുകയാണെങ്കിൽ രക്ഷയില്ലാന്ന് പറഞ്ഞാൽ സഹോദരൻ സൗഖ്യപ്പെടുന്ന കണ്ടപ്പോഴാണ് ഞാൻ ദൈവത്തെ സ്തുതിച്ചത്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഒരു മിറാക്കിളായിട്ട് ഭയങ്കര ഒരു അനുഭവം, ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് അങ്ങനെയുള്ള. ദൈവം നേരത്തെ സ്പർശിച്ചെങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് അത് ദൈവ ഇടപെടലായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല, അതുപോലുള്ള അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തെ 2 കരങ്ങൾ ഉയർത്തി എൻ്റെ നിയന്ത്രണം വിട്ട് സ്തുതിച്ചു. ഈ സ്തുതിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭാഷാപരം കിട്ടി. അപ്പോൾ ഞാൻ പരിസരം മറന്ന് സ്തുതിക്കുക. ആ സ്തുതിപ്പ് കഴിഞ്ഞ് അടുത്ത ആരാധനയുടെ സമയത്താണ് സൗഖ്യത്തെക്കുറിച്ച് അനൗൺസ് ചെയ്യുക. എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നിട്ട് നമ്മൾ ആ പ്രതിസന്ധികളിലേക്ക് നോക്കി തളർന്നിരിക്കുന്നതിന് പകരം കരങ്ങൾ ഉയർത്തി അത് പരിഹരിക്കാൻ മതിയായ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുന്ന അതിന് കാരണമായിരിക്കും തിന്മയുടെ ശക്തികൾ വിട്ടുപോവുകയും പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുകയും അങ്ങനെ അത്ഭുതകരമായി സൗഖ്യത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. അതെനിക്ക് വലിയൊരു എക്സ്പീരിയൻസായി. അതിനുശേഷം ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അനേകം വിജാതീയരായ സഹോദരങ്ങൾ വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് അവർ ക്രിസ്തുവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് സാക്ഷ്യം പറയുന്നു, സാക്ഷ്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ജീവൻ പോലും പണയപ്പെടുത്തി പ്രിയപ്പെട്ടവരെയും സ്വന്തക്കാരെയും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചിട്ട് ജീവന് പോലും അവർക്ക് വെല്ലുവിളിയുണ്ട്. എന്നിട്ടും അവർ ക്രിസ്തു ഏക രക്ഷകനാണ് എന്നുള്ള കാര്യം വിളിച്ചു പറയുക. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഒരു ചിന്ത വരിക. അപ്പോൾ ഇത് പറയുമ്പോൾ എന്താണെന്നറിയോ ബ്രദറെ, ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ ആ 19 വയസ്സല്ല 20 വയസ്സിനിടയിലുള്ള കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഈശോ ജീവിക്കുന്ന ദൈവമാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഒരാളുടെ അടുത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഇങ്ങനെ ദൈവങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവരവരുടെ ദേവീദേവന്മാരെയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ മാതാവിനെയും അന്തോണീസ് പുണ്യാളനെയും യോസേപ്പ് പിതാവിനെയും ഈശോയും ആ കൂട്ടത്തിൽ ഈശോയും അത്രയുള്ള ഒരു ഇത് കൂടി കവിഞ്ഞ് ഒരു ദൈവത്തിൻ്റെ അപ്രമാദിത്യം, ദൈവികത, അതിനെക്കുറിച്ച് എനിക്കൊരു ബോധ്യം കിട്ടിയിരുന്നില്ല. പക്ഷേ എനിക്ക് അവിടെ വെച്ചിട്ട് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവ് എനിക്ക് അവിടെ നിന്ന് കിട്ടുക. എൻ്റെ ഉള്ളിൽ വലിയ കുറ്റഭാരം അല്ല ദുഃഖഭാരം എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര മനസ്താപം എനിക്കുണ്ടായത്. ഈശോ, എനിക്ക് ഒരിക്കൽ പോലും നിന്നെ ആരോട് എവിടെയെല്ലാം ആരെല്ലാം എൻ്റെ ജീവിച്ച സാഹചര്യങ്ങളുണ്ട് അവിടെ ഒന്നും എനിക്ക് നിനക്ക് സാക്ഷ്യം കൊടുക്കാൻ പറ്റില്ല. ഞാൻ വലിയ ആഴമായിട്ട് ഇത്ര ഒരു ക്രൈസ്തവനായിട്ട് തലമുറകളിലൂടെ വിശ്വാസം സ്വീകരിച്ച് ജീവിച്ച് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടും എനിക്ക് ഒരാളോട് പോലും ഈശോയെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അന്ന് എൻ്റെ ഏറ്റവും വലിയ ദാഹം എന്ന് പറയുന്നത് എൻ്റെ ഈശോയെക്കുറിച്ച്, ഈ ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണമെന്നുള്ള വലിയൊരു ദാഹം. എൻ്റെ ഒരു പ്രാർത്ഥനാ നിയോഗം ഞാൻ അവിടെ എഴുതിയിട്ട് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈശോയെ പ്രഘോഷിക്കാനായിട്ട് എന്നെ ദൈവമേ അവിടുന്ന് വരുന്ന കാര്യങ്ങളിൽ ഒരു ഉപകരണമായിട്ട് മാറ്റണമേ. ഞാനന്ന് പ്രാർത്ഥിച്ച കാര്യം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വളരെ യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് എങ്ങനെയാണ് ഈ ശുശ്രൂഷ മേഖലയിലേക്കൊക്കെ കടന്നു വരുന്നതും ഈ ധ്യാനം കൂടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വീട്ടിലും കൂട്ടുകാരുടെ ഇടയിലും ഒക്കെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? എൻ്റെ വീട്ടിലെ സംബന്ധിച്ച് വീട്ടിലെല്ലാവരും ആദ്യം ഞാൻ ധ്യാനത്തിന് വിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അവർക്ക് എല്ലാം വീട്ടിലെ പിന്നെ വീട്ടിൽ ഒരു പ്രെയർ ലൈഫ് ഉള്ളത് കൂടെ മറ്റ് ഒത്തിരി മാതൃകയുള്ള മാതാപിതാക്കളാണെന്ന് ഞാൻ പറഞ്ഞു. അമ്മ നല്ല കഠിനാധ്വാനിയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ നന്നായിട്ട്, ഇന്ന് 85 വയസ്സുണ്ട്, ഇപ്പോഴും അധ്വാനിക്കും. ഞങ്ങൾ 10 പേരില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി തരാം, ഒരു മടിയില്ല, ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി. ഒരു ദിവസം ചുമ്മാ കിടക്കുന്നതാണ് അമ്മയ്ക്ക് ഭക്ഷണം. പിതാവിനെ സംബന്ധിച്ച് ഭയങ്കര ഈശ്വരവിശ്വാസം മാത്രമല്ല, വചനം പാലിച്ച് ജീവിക്കുക.
പിതാവിനൊക്കെ പല മാതൃക ഞങ്ങളുടെ മുമ്പിലുണ്ട്. മാതാപിതാക്കളുടെ വീതമൊക്കെ വെക്കുന്ന സമയത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാനായിട്ടുള്ള ഒരു വലിയ സാക്ഷിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ധ്യാനം കൂടി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു വിഷയം സ്വീകരിക്കുന്നതിന് പക്ഷേ എൻ്റെ മനോഭാവത്തിൽ മാറ്റം വന്നു. എനിക്ക് എൻ്റെ പിതാവിനോടും ഒക്കെ ചില അസ്വസ്ഥതകളുണ്ട്. എന്നെ കുറ്റപ്പെടുത്തുകയോ എന്നെ കൂടെ തിരുത്താൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ എനിക്കുള്ളിൽ അവരോട് അസ്വസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് മുതൽ ഒരു കാര്യം ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ ആദ്യത്തെ ദിവസമാണ് ഡിവൈൻ ധ്യാനേന്ദ്രത്തിൽ വെച്ചിട്ട് എൻ്റെ പിതാവിനെ മാതാവിനെ ഓർത്ത് എൻ്റെ അപ്പനും അമ്മയ്ക്കും ജനിക്കാനായിട്ടൊരു മകനായിട്ട് ജനിക്കാൻ പറ്റുന്നതിനെ ഓർത്ത് എനിക്ക് വേണ്ടി അവരനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ എനിക്ക് ബോധ്യപ്പെട്ട കണ്ണ് തുറന്ന നിമിഷങ്ങളായിരുന്നു. അതിനുശേഷം എൻ്റെ പിതാവ് പല കാര്യങ്ങൾക്കും എന്നെ വഴക്ക് പറയുക അടിക്കുകയൊക്കെ ചെയ്യും. 19-20 വയസ്സുണ്ടെങ്കിലും നല്ല ശിക്ഷണത്തിലാണ് വളർത്തുന്നത്. അപ്പം ചെറിയ വീഴ്ചകൾ വന്നാലും ശിക്ഷണം തരുമ്പോൾ നേരത്തെ എനിക്ക് പ്രതികാര ചിന്തയായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ മണലിൽ മുട്ടയെ കുത്തി നിന്നിട്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാല് പിടിച്ച് ക്ഷമ പറയും. എനിക്കൊരു ഉളുപ്പോ നാണക്കേടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. അതിൻ്റെ ഒരു പരിണത ഫലം എന്ന് പറഞ്ഞാൽ ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഞങ്ങളെ 10 മക്കളിൽ ഒരു മക്കൾക്കും കിട്ടിയിട്ടില്ല എന്ന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്, പിതാവ് അനുഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പിതാവ് മരിക്കുന്നത് 2001 പിതാവ് മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി സെറ്റിലാണ്. ആ സമയത്ത് ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിലെ പിതാവിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തു. അപ്പോൾ ഭയങ്കര കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും എന്നോട് ആലോചിക്കുകയും പറയുകയും ചെയ്യുമായിരുന്നു. എൻ്റെ പിതാവിനെ മാനിക്കുമായിരുന്നു. അപ്പം പിതാവ് പോകുന്നതിന് മുമ്പ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 2 ദിവസം ഇവിടെ നിൽക്കാൻ, അപ്പോൾ എൻ്റെ തിരക്ക് മൂലം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. പിതാവ് ഒരു ചാരുകസേരയിൽ ഇരുന്ന് നന്നായിട്ട് എഴുതുന്ന വ്യക്തിയാണ്, ആത്മീയ ബാക്ക്ഗ്രൗണ്ടുള്ള, ധാരാളം മാഗസിനുകളകത്ത് എഴുതുകയും പുസ്തകങ്ങൾ എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം അവൻ പറഞ്ഞു, നീ മോനെ ഇവിടെ നില്ല, മുട്ടയെ കുത്തിക്കാൻ പറഞ്ഞു. ഒരു തുണി ഉള്ള ചാരി കസേരയുണ്ട് എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത്, ചാരി കിടക്കുന്ന ഒരു കസേര. ആ കസേരയിൽ അദ്ദേഹം ക്ഷീണിതനാണ്. എഴുന്നേറ്റ് നിവർന്നിരുന്ന് വെച്ചിട്ട് എന്നെ മുട്ട നിർത്തിയിട്ട് 2 കൈയും തലയിലെടുത്ത് വെച്ചിട്ട് അനുഗ്രഹിച്ചു. എൻ്റെ മോനെ, നീ പോകുന്നിടത്തെല്ലാം ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നിനക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എൻ്റെ ജീവിതത്തിൽ ആ വചനം അന്ന് മുതൽ ഇന്ന് വരെ യാഥാർത്ഥ്യമാണ്. എവിടെയെല്ലാം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ, ഏതെല്ലാം മേഖലകൾ, ബിസിനസ് പരമായിട്ടോ ആത്മീയ ശുശ്രൂഷ മേഖലകളോ കടന്നു പോയിട്ടുള്ള വഴികളിലൊന്നും ദൈവിക സാന്നിധ്യം അനുഭവിക്കാതെ, ദൈവിക സംരക്ഷണം അനുഭവിക്കാതെ എനിക്ക് ഒരിക്കലും അത്ഭുതകരമായ രീതിയിലാണ് കർത്താവിനെ വഴി നടത്തുന്നത്. ഈ ഒരു ബ്ലെസ്സിങ് എനിക്കറിയാം, കോടികൾ കൊടുത്താൽ കിട്ടാത്ത വലിയ ഒരു അസറ്റാണ് ഞാൻ വിചാരിക്കുക. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ അറിവുള്ളവരായിരിക്കാം, ദുശാഠ്യക്കാരായിരിക്കാം, ദേഷ്യമുള്ളവരായിരിക്കാം, പിടിവാശിയുള്ളവരായിരിക്കാം, കുറവുകളും ബലഹീനതകളും ഉള്ളവരായിരിക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ, അവരെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുമ്പോൾ, അവർ കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ ശിരസിൽ വെക്കുമ്പോൾ, ഓരോ കുഞ്ഞുങ്ങളുടെ മേലും സ്വർഗം തുറക്കപ്പെടുകയും വലിയ ദൈവാനുഭവത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്റ്റെപ്പായി നിങ്ങളൊരു എക്സാം എഴുതാൻ പോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാം, വിവാഹ ജീവിതത്തിലേക്കോ ബിസിനസ്സിലേക്കോ പ്രതിസന്ധികൾ വരുമോ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ നിൽക്കുക, തലകുനിക്ക്, നിങ്ങളുടെ മുകളിൽ അവരുടെ കരങ്ങളുടെ വെച്ച് നിങ്ങൾ ആശീർവാദം മേടിക്ക്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. എനിക്ക് തോന്നുന്ന ബ്രദറെ, അപ്പൻ്റെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോയ യാക്കോബ് വലിയ സമ്പന്നനായി എന്ന് മാത്രമല്ല, ഇന്ന് ആ യാക്കോബിന്റെ പേരിലാണ് ഇസ്രായേൽ ഒരു രാഷ്ട്രം തന്നെ അറിയപ്പെടുന്നത്. അതെ ബ്രദറെ, അതുപോലെ എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലകളിൽ മാത്രമല്ല, അത്ഭുതകരമായിട്ട് അസൂയ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, ഒരിക്കലും അനുഗ്രഹം ബ്ലെസ്സിങ്. ഞാനൊരു ചെറിയ ഈ ശുശ്രൂഷ മേഖലയിലേക്ക് വന്നത്, ഞാൻ ബ്രദറെ ആക്ച്വലി ഞാൻ അതിന് ശേഷം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഡിവൈനിൽ നിന്ന് പോയപ്പോൾ ഈശോ അത് പ്രത്യേകമായിട്ട് എന്നോട് ഇപ്പം പറയാനായിട്ട് എൻ്റെ ഉള്ളിലൊരു ഉൾപ്രേരണ തരികയാണത്. ഡിവൈനിൽ നിന്ന് പോയിട്ട് ഞാൻ ചങ്ങനാശ്ശേരിയിലാണല്ലോ, ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു മാൻപൂർ റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനം, നാഷ കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയാണ്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഇടയ്ക്കാണ് കൂട്ട് പിന്നീട് ഇവിടെ ഇവിടെ ധ്യാനം കഴിഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും ഇതിൽ നിലനിൽക്കണമെങ്കിൽ നമുക്കൊരു കൂട്ടായ്മ വേണമെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, ഒരു ധ്യാനം കഴിഞ്ഞ് വന്നു, കുറച്ചാൾ പോയി കഴിയുമ്പോഴത്തേക്ക് പതുക്കെ മങ്ങിപ്പോവും, കൂട്ടായ്മയില്ല, പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇല്ല, അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി ചെന്ന് കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരിയിൽ പാറേപ്പള്ളി കേന്ദ്രീകൃതമായിട്ട് ഒരു പ്രയർ കൂട്ടായ്മയുണ്ട്, കരിസ്മാറ്റിക് കൂട്ടായ്മ, സെമിത്തേരി ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. സെമിത്തേരിയിൽ കൂടുന്ന ഒരു ഗ്രൂപ്പാണ്. പരിസര പ്രദേശങ്ങളിലുള്ള ദേവാലയങ്ങളിലുള്ള യുവജനങ്ങൾ ഒരുമിച്ച് കൂടി, ഒരു 80ഓളം വരുന്ന യുവജനങ്ങൾ ഒരുമിച്ച് കൂടി ഞായറാഴ്ചകളിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നൊരു കൂട്ടായ്മ. അവിടെ വചനം ജീവിക്കാൻ തുടങ്ങി. കാരണം നമ്മൾ ഈ കേട്ടതൊക്കെ വചനം കൂടുതൽ വായിക്കുന്നു, പഠിക്കുന്നു, അതോടൊപ്പം ഈ വചനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഒരു ദൈവാനുഭവത്തിലേക്ക് വരുന്നു. നമ്മുടെ ആ കൂട്ടായ്മയിലുള്ള ഒരു വ്യക്തിക്ക് വിവാഹമാണ്,
കെട്ടിക്കാൻ നിർവാഹമില്ല, സ്ത്രീധനം കൊടുക്കാനായിട്ട് നിർബന്ധതയില്ല. അന്നേരം ആ കൂട്ടായ്മയിലുള്ള എല്ലാവരും കയ്യെ കിടക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അയാളുടെ ഭാര്യയുടെ കയ്യെ കിടക്കുന്ന വളയെടുത്ത് കൊടുക്കുന്നു, വേറെ ആൾ മോതിരം എടുത്ത് കൊടുക്കുന്നു, ഒരാൾ 1000 ആണെങ്കിൽ കൊടുക്കുന്നു, മറ്റേ ഈ കൂട്ടായ്മ 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ ഒന്നും കൊടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. വളരെ മനോഹരമായിട്ട് വിവാഹം നടക്കുന്നു. ഒരാൾ മദ്യപാനിയാണ്, ഇടവകയിലുണ്ട്, ആ മദ്യപാനിയെ പിടിച്ചു കെട്ടി നേരെ ഒന്നുകിൽ ഡിവൈനിൽ കൊണ്ട് ഡീഅഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കുന്നു, അല്ലെങ്കിൽ വേറെ എടുത്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. ബ്രദർ ഈ കൂട്ടായ്മ ചേർന്നു? ഞാൻ ചേർന്ന് മാത്രമല്ല ഭയങ്കര തീക്ഷ്ണത. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വലിയ ഒരു ഉള്ളിലുള്ള ഭയങ്കര ദാഹം കിടപ്പുണ്ട്. അതിന് പ്രായശ്ചിത്തം ഞാൻ വേറെ ഒന്നും എനിക്കില്ല, ഇനി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക, അതാണ് ഡിവൈനിൽ നിന്ന് എടുത്ത ഡിസിഷൻ. അപ്പോൾ അതെടുത്തുകൊണ്ട് നമ്മൾ പുറത്ത് വന്ന് ഒറ്റയ്ക്ക് നിന്നിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പരിമിതികൾ. അപ്പം ഞാൻ പറയുന്നത്, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, കൂട്ടായ്മയിലായിരിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ ഒരു പരിധി വരെ നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകാനായിട്ട് അല്ലെ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ വലിയ കാര്യങ്ങൾ നമ്മൾ അനാഥാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുക, അതുപോലെ വഴി കിടക്കുന്ന അനാഥർ ഒരാളെ പോലും ഈശോയായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗാണ്. ഈശോ പോകുന്നേ നമ്മൾ പറയുള്ളൂ. ഒരു മാനസിക രോഗി വഴിയിലൂടെ നടന്നു പോകാൻ അവ എവിടെ പോവുകയാണോ അവിടെ യാത്ര അവസാനിച്ച് ഈ ആളെ കൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും സെന്ററിൽ കൊണ്ട് ആക്കിയിട്ട് അദ്ദേഹത്തെ മുടിയും വെട്ടി കുളിപ്പിച്ച് നഖവും വെട്ടി കൂട്ട് ഡ്രസ്സ് പിടിപ്പിച്ചിട്ട് നമ്മൾ പോകത്തുള്ളൂ. അങ്ങനെയാണ് ഈ ശുശ്രൂഷകളുടെ ആരംഭം, തുടക്കം. അതിനുശേഷം ഈ ഫ്രാൻസിസ്കൻ അൽമായ കൂട്ടായ്മ അതിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു കേട്ടു. അതിൽ ഞാൻ ഇപ്പോൾ ഏതാണ്ട് 20 വർഷത്തോളമായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ആത്മീയ സംഘടനകളോട്ട് ഓരോന്നിനോട് ഒരു ദാഹം കാരണം ഞാനിങ്ങനെ എല്ലാ സംഘടനകളിലുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും. എൻ്റെ തീക്ഷ്ണത കാണുമ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എൻ്റെ ലീഡർഷിപ്പിലേക്ക് വരും. പിന്നെ എങ്ങാണല്ലോ പലയിടത്തും ഞാൻ ചില ഉത്തരവാദിത്തങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ കൂട്ടായ്മയിൽ ഏറ്റവും ചെറിയ ആളായിരിക്കും, പ്രായം കുറഞ്ഞ ആളായിരിക്കും. അപ്പോൾ ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ ഏതാണ്ട് 20 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വൈസ് പ്രസിഡൻ്റായിട്ട് ഞാൻ ഏതാണ്ട് 12 വർഷത്തോളം പ്രവർത്തിച്ചു. 4ാമത്തെ തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ നമ്മുടെ ബൈലോ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിന്റെ ആ ഒരു കാര്യം അത് നമ്മുടെ കുടുംബ ജീവിതത്തോടൊപ്പം ആത്മീയ സന്യാസ ജീവിതത്തിന്റെ ഒരു ചൈതന്യത്തിൽ ജീവിക്കുക എന്നുള്ള അനുസരണവും ദാരിദ്ര്യവും കന്യാവ്രതം ഒഴിച്ച് ബാക്കി കാര്യങ്ങൾ എളിമ, ഈ 3 പുണ്യങ്ങളാണ് നമ്മൾ ഓഫീസ് ചെയ്യുക. അപ്പം നമുക്കത് നമ്മുടെ കൂട്ടായ്മകൾ, അത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഇടവകളിലെല്ലാം തന്നെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കൂട്ടായ്മകളുണ്ട്. ആ കൂട്ടായ്മകൾക്ക് വളരെ ഉപവിപ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തികൾ. അപ്പോൾ നമ്മുടെ ഇടവ സമൂഹത്തിൽ ഒരു വീട്, ഞാൻ എൻ്റെ ഇടവയിൽ ചെല്ലുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഒരു സാധാരണ രീതിയിൽ ഒരു പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തെ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ കരുണ തോന്നി. കൂട്ടായ്മയിൽ ഇത് കൂട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി ആ വീട് വെക്കാൻ വിൻസെൻ്റ് പോളുമായിട്ട് സഹകരിച്ചൊരു വീട് വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ആത്മനിർവൃതി എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. അതുപോലെ ഈ അനാഥാലയങ്ങളുണ്ട്. ചങ്ങനാശ്ശേരിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ധാരാളം അനാഥാലയങ്ങളുണ്ട്. മാനസിക രോഗികളെ നോക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, പ്രായമായിട്ട് നോക്കുന്നവരുണ്ട്, കുട്ടികളെ നോക്കുന്ന സ്ഥാപനം. അപ്പോൾ അവിടെയൊക്കെ പലപ്പോഴും ആത്മായ സഹോദരങ്ങൾക്ക് നടത്തുന്ന സ്ഥാപനം വളരെ ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളുണ്ട്. അപ്പോൾ മല്ലപ്പള്ളി ശാലോം കാരുണ്യഭവൻ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥാപനത്തെക്കുറിച്ച് പ്രതിനിധി. അപ്പോൾ അവിടെയൊക്കെ 207-210 ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന പോലെ അവിടെ ചെന്ന് അവരെ കുളിപ്പിക്കുമോ, മുടി വെട്ടുമോ, അതുപോലെ അവരുടെ നാവും വെട്ടുമോ, അവരെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചെറിയ രീതിയിലുള്ള വീട്ടിലെ ചെറിയ സാധനങ്ങളൊക്കെ മിച്ചം വെച്ചുകൊണ്ട് ചെറിയ ദശാംശമൊക്കെ മാറ്റിവെച്ച് കൂടെ ഡ്രസ്സൊക്കെ ആണെങ്കിലും ചെറിയ കൊള്ളാവുന്ന ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്ത് ഭക്ഷണ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് അവിടെ പോയി ആ സഹോദരങ്ങളോട് കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ വലിയ ഒരു ദൈവാനുഭവം, അവരെ കെട്ടിപ്പിടിക്കും, അവരുടെ സ്നേഹവും കൂട്ടും കിട്ടുമ്പോൾ ഈശോയെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫീലിംഗാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഇടവ സമൂഹത്തിലൊക്കെ ചിലപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടുന്ന നിസ്സഹായരായിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ ഇവരെ ഒന്ന് സഹായിക്കാൻ ഒരാൾക്കാരുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടുള്ള ഇടവ പ്രദേശങ്ങളിൽ നിന്നെല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട ആൾക്കാരൊക്കെ ബലമായിട്ട് തന്നെ പോലീസുകാരുടെയൊക്കെ കൺസേണിനോട് കൂടെ തന്നെ അവരുടെ കുടുംബക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മൾ പിടിച്ച് കെട്ടിക്കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവർ പിന്നെ ബോധ്യത്തിലേക്ക് വന്ന് കൂട്ടായ്മയിൽ നിലനിന്ന് നല്ല സാക്ഷി ജീവിതം നയിക്കുന്ന ആൾക്കാരായിട്ട്. പിന്നീട് ഈ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ അത് കാലഘട്ടത്തിലാണ് ഈ ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ 2005 കാലഘട്ടം മുതൽ ഞാൻ ചേരുന്നുള്ളൂ. പക്ഷേ സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എല്ലാവരോടും നമ്മൾ എന്നെ അന്ന് മുതൽ കാണുന്ന ആൾക്കാർ എനിക്കൊരു ബോധ്യം തന്ന ഇതാണ്, ദൈവം എൻ്റെ ജീവിതവുമായിട്ട് ആരെയെങ്കിലും ബന്ധപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവന് ഈശോയെ കൊടുക്കാനായിട്ടാണ് അവൻ എന്നെ ബന്ധപ്പെടുന്നത്. അത് ഏത് കാസ്റ്റപ്പെട്ട ആളായിക്കോട്ടെ, ഏത് പ്രായത്തിൽപ്പെട്ട ആൾക്കാർ, ഏത് ജെൻഡർ ആയിക്കോട്ടെ, ആ വ്യക്തിയെക്കുറിച്ച് ഈശോയെക്കുറിച്ച് പറയും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ അനുഭവം. എൻ്റെ ഓഫീസിൽ വരുന്ന നാനാജാതി മത്സരമായിട്ടുള്ള സഹോദരങ്ങൾ അവിടെ വരുമ്പോഴും നേറി കെട്ടി വിങ്ങിപ്പൊട്ടി പഴുത്തൊലിച്ച് ചലമായിട്ടുള്ള ഹൃദയത്തോടുകൂടെ വരുന്ന ആൾക്കാരോട് ഈശോയെ കൊടുക്കും. അവരുടെ ഹൃദയങ്ങൾ ദാഹിക്കുകയാണ് ഈശോയ്ക്ക് വേണ്ടി.
നമ്മളിത് ഈശോ എന്ന് പറയുന്ന രക്ഷകനെ കാട്ടിക്കൊടുക്കാൻ, ലോകത്തോട് പ്രഘോഷിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ കൊടുക്കുന്നതിന് ആര് കൊടുക്കും ഇത്? ശരിയല്ലേ? അപ്പോൾ നമുക്കൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഈശോയെ കൊടുക്കാന്നുള്ള. ഈശോയെ കുറിച്ച് പറഞ്ഞ് ഈശോയുടെ ദൈവവചനം പറഞ്ഞു കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യക്ഷത നമുക്ക് കാണാൻ പറ്റും. ഈശോയെ കൊടുക്കാതെ വേറെ എന്ത് മറ്റെന്തെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയാലും ഒരു പ്രയോജനം, ആരെയെല്ലാം നമ്മൾ മാറ്റാൻ ശ്രമിച്ചാലും ഈശോയെ കൊടുക്കുന്നില്ലെങ്കിൽ, സുവിശേഷം കൊടുക്കുന്നില്ലെങ്കിൽ അത് പിന്നെ നിശ്ചയമായിട്ട് നിഷ്പ്രയോജനമാണ്. ബ്രദറെ, ഒരു വലിയ കാര്യം എന്താ അറിയോ? ഭൗതികമായിട്ട് എത്ര കോടി രൂപ നമ്മൾ കൊടുത്താലും ഈശോയെ കൊടുക്കുന്നില്ലെങ്കിൽ താൽക്കാലികമായിട്ട് ചെറിയ ആശ്വാസം അവർ കൊടുക്കുന്നുള്ളൂ. ഒരു വ്യക്തിക്ക് ഈശോയെ കൊടുത്താൽ വേറെ ഒന്നും കൊടുക്കണ്ട, ബാക്കി എല്ലാം അവൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഞാൻ 2008 ഇങ്ങനെ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് പലവിധ ശുശ്രൂഷകൾ, കരിസ്മാറ്റിക് കൂട്ടായ്മകൾ, ഫ്രാൻസിസ്കോ മൂന്നാം സഭ, അതോടൊപ്പം പ്രോലൈഫ് ശുശ്രൂഷകൾ, പ്രോലൈഫ് മിനിസ്ട്രിയിൽ കൂട്ടായ്മയിലേക്ക് ഉണ്ടായിരുന്നു. പ്രോലൈഫ് മിനിസ്ട്രിയിലും ഈ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. അതിൻ്റെ അത് സജീവമായിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുക, അതുപോലെ അബോഷനെതിരായിട്ടുള്ള ശുശ്രൂഷകൾ, അതിൻ്റെ അകത്തുള്ളൊക്കെ നിരന്തരം ക്ലാസ്സുകൾ, ധ്യാനങ്ങൾ, ഓരോ ശുശ്രൂഷ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നല്ല ആത്മീയ പിതാക്കന്മാരെ നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഇടവക സമൂഹം എന്ന് പറയുന്നത് കുറിച്ചി സെൻറ്റ് ജോസഫ് ഇടവകയാണ് എൻ്റെ ഇടവക. അത് സെൻറ് തോമസ് മൈനർ സെമിനാരി, ചങ്ങനാശ്ശേരി അതിരൂടെ കൂടെ മൈനർ സെമിനാരിയാണ് അതിനോട് ചേർന്നുള്ളത്. അപ്പോൾ അവിടെ വരുന്ന അച്ഛന്മാരുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആധ്യാത്മികമായിട്ട് നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന വൈദികരാണ്. അപ്പോൾ ഈ വൈദികർ നമുക്ക് എല്ലാ സപ്പോർട്ടും, എല്ലാ ശുശ്രൂഷകളുടെ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് എപ്പോഴും വൈദികരുടെ വലിയൊരു സപ്പോർട്ട് വരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് നടക്കുന്നു, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. ഇതിനിടയിൽ എനിക്ക് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞൊരു മാരകമായ രോഗം. അപ്പോൾ അത് തിരിച്ചറിയുന്നില്ല. ഹോസ്പിറ്റലിൽ ചെന്നു, ബഡ്ജ് ചെയ്ത് പൊട്ടി നിൽക്കുക. അപ്പൻഡിക്സ് പൊട്ടി നിൽക്കുന്ന അവസ്ഥ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, മരണാസന്നമായിട്ടുള്ള അവസ്ഥയിലാണ്. അത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ഒരു ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ നടക്കുമ്പോൾ ആക്ച്വലി 24 സ്റ്റിച്ചാണ്. എൻ്റെ വയറിങ്ങനെ എൽ ഷേപ്പിൽ കയറിയിരിക്കുക. 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ടാണ് ഓപ്പറേഷൻ ആയിരുന്നത്. ഏതാണ്ട് 11-12 മണിക്കൂർ നേരത്തെ ഓപ്പറേഷനാണ്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് വെച്ചിട്ടാണ് ഓപ്പറേഷൻ നടക്കുന്നത്. ഇടവക സമൂഹവും വൈദികരും വിശുദ്ധ കുർബാന എഴുന്നേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. അനേകം പേരുടെ പ്രാർത്ഥന ഉണ്ടാകും. ഞാൻ ഈ സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് വലിയ ബോധമൊന്നുമില്ല. മരണത്തിന് ഇടയ്ക്ക് ബുമ്പൊന്ന് വലിയ സൗണ്ട് മാത്രം, ശ്വാസം എടുക്കുന്നതിൻ്റെ ചെറിയ ഇത് കൂട്ട് ചെറിയ നോർമൽ ഓർമ്മ മാത്രമേ ഉള്ളൂ. വെന്റിലേറ്ററിൽ നിന്ന് 9 ദിവസത്തേക്ക് സർജിക്കൽ ഐസിയുലേക്ക് ഞാൻ മാറുക. ഇത് സർജിക്കൽ ഐസിയിൽ വരുമ്പോൾ ബോധം വീണു. അപ്പോൾ സർജിക്കൽ ഐസിയിലേക്ക് വന്നു. കണ്ണടയ്ക്കുമ്പോൾ ഞാൻ കാണുന്ന മുഴുവൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചകളാണ്. ഞാൻ വളരെ തീക്ഷ്ണതയോടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. 15 ദിവസത്തിലൊന്ന് കുംസാരിക്കും, എൽഡറുണ്ട്, കൂട്ടായ്മയുണ്ട്, ഓടി നടന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ കുംസാരിച്ചിട്ട് തലേദിവസം കുംസാരിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ ഓപ്പറേഷൻ ആയിരുന്നേ. ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ നിന്നും ഞാൻ കടന്നുപോയ വഴികളിലും ഞാനുമായി ബന്ധപ്പെട്ട് മരിച്ച ആൾക്കാർ മുഴുവൻ എൻ്റെ ചുറ്റും നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അതോടൊപ്പം ഒരു ഈയാമ്പാട്ട് കൂട്ടം പോലെ കോടിക്കണക്കിന് ആത്മാക്കൾ ചുറ്റും ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ ഇത് കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ കാണുന്നതുകൊണ്ട് ഭയം കാരണം കണ്ണടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഉറക്കം വരുന്നത് ഇപ്പോൾ രാവും പകലും ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ അവസ്ഥ മറ്റൊരാളോട് പറഞ്ഞ ഇതിന്റെ സഡേഷന്റെ എഫക്റ്റ് ആണോ എന്താണ് ദർശനത്തിൽ നിന്ന് അങ്ങനത്തെ മനസ്സിലാക്കി? എനിക്ക് മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ അന്ന് വരെ ജീവിച്ച രീതിയിൽ ജീവിച്ച് അന്ന് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഒരിക്കലും എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാവം ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളിലും ചെയ്തുകൊണ്ട് ദാഹത്തെ പ്രതിയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ദൈവസ്നേഹത്തെ പ്രതി വേണം ഞാൻ ശുശ്രൂഷകൾ ചെയ്യാൻ. സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം ഞാൻ ജീവിക്കാനായിട്ട്. ഈ കൊച്ചു ജീവിതം, ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം വെളിയിലേക്ക് വിടുന്ന ദൈവത്തിൻ്റെ കരുണയാണ്. അന്ന് മുതൽ ഞാൻ അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. 9 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു കുംസാരം നടത്തി. എനിക്ക് കുംസാരിക്കാൻ വേണ്ടി ഭയങ്കര ആഴമായിട്ടുള്ള അനുതാപം എനിക്ക് തന്നു. ഞാൻ കുംസാരിക്കാനായിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ചാപ്പിളിനായിരിക്കുന്ന അച്ഛനൊരു ആത്മാവ് പ്രേരണ കൊടുത്ത് എൻ്റെ അടുക്കലേക്ക് വന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ഒരു 4-5 മണിക്കൂർ നേരം 2:30 കുംസാരത്തിന് കയറി 7-7:30 വരെ ഞാൻ ഒരു വലിയ കുംസാരം, ഒരു മുഴുവൻ കുംസാരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നല്ല ബോധ്യത്തോടു കൂടെ ദൈവമേ എനിക്ക് എല്ലാ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഏറ്റുപറഞ്ഞ് നന്നായിട്ട് കുംസാരിക്കുക. പിന്നെ ഞാനൊരു തീരുമാനം എടുത്തിട്ടാണ് അവിടെ ഇറങ്ങുന്നത്. ഇനി ഒരു ജീവിതം എനിക്ക് നീട്ടി കിട്ടുകയാണ്. നാളെ എനിക്ക് അവസരം കിട്ടുമെന്ന് അറിയില്ലല്ലോ. ഉള്ളിൽ നാളെ ഞാൻ നിൽക്കുന്ന ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എല്ലാ ആക്സിഡൻറ്റുകളും ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി നാളെ ഒരു ജീവിതം ഉണ്ടോ എന്ന് അറിയില്ല. എത്ര കാലം ദൈവം ഈ ഭൂമിയിൽ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നു. അവസാന നിമിഷം വരെ ദൈവം എനിക്ക് ദാനമായി നൽകിയ ആയുസ്സും ആരോഗ്യവും
സമ്പത്തും കഴിവുകളും ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ഇടക്കാലത്ത് കുറച്ച് ഈ ദൈവത്തോടുള്ള സ്നേഹത്തിൽ അതങ്ങ് മൂത്ത് ഒത്തിരി എക്സ്ട്രീമിലേക്ക് പോയി. ഇനി കുടുംബജീവിതമൊന്നും വേണ്ട, ഭാര്യയും മക്കളൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആണ് നല്ലത്, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിലേക്ക് കേട്ടു. ആക്ച്വലി ഞാൻ കാർമൽ മൗണ്ട് എന്ന് പറഞ്ഞ ധ്യാനകേന്ദ്രത്തോട് ചേർന്നാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ ഈ 2008 ഈ ആക്സിഡന്റിന് ശേഷം ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെ കൂട്ടിക്കൊണ്ട് ധ്യാനം കൂടാനായിട്ട് കാർമൽ മൗണ്ട് ധ്യാനകേന്ദ്രത്തിൽ ചെല്ല. ധ്യാനകേന്ദ്രത്തിൽ അവിടെ ചെന്നപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് താല്പര്യമുള്ളവരെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ആൾക്കാർ കൈ ഉയർത്തപ്പോൾ ഞാൻ പോയിരുന്നു ഈ സഹോദരന് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ മധ്യസ്ഥ പ്രാർത്ഥന ഈ സഹോദരൻ ഒരു കെട്ട് ഗുളിയൊക്കെ ആയിട്ട് തന്നെ അവിടെ വെച്ച് അത്ഭുതമായിട്ട് അവന് സൗഖ്യം കിട്ടി. അവൻ റെനി പുല്ലുകാലായിൽ അച്ഛനാണ് ധ്യാനിപ്പിക്കുന്നത്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന സിസ്റ്റേഴ്സിന്റെ ധ്യാനകേന്ദ്രം, അത് ബഹുമാനപ്പെട്ട വട്ടാലച്ഛൻ്റെ അണ്ടർടേക്കിങ്ങിന്റെ സിസ്റ്റേഴ്സിനെ. അപ്പോൾ ആ സിസ്റ്റേഴ്സിൽ കൂടെ ഇരുന്ന് ധ്യാനിച്ചു. അപ്പോൾ താല്പര്യമുള്ളവർ ഇനി ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ. അപ്പോൾ ഞാൻ ദാഹിച്ചു കിടക്കല്ലേ, അപ്പോൾ ഞാൻ അവിടെ എഴുതി വെച്ചു. അതിനുശേഷം അവിടെ മധ്യസ്ഥ പ്രാർത്ഥന അവരുടെ കൂടെ കൂടി ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നില്ലേ ധ്യാന ടീമിലെ. അപ്പോൾ 1-2 വർഷങ്ങൾ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവിടെ നമുക്കൊരു ധ്യാനഗുരു ധ്യാനിപ്പിക്കാനായിട്ട് വന്നു, ഒരു അൽമായനായിട്ടുള്ള സഹോദരനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റിയോട് കൂടുതലുണ്ട്. പിന്നെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെയും യോഹന്നാൻ ക്രൂസിൻ്റെയൊക്കെ സ്പിരിച്വാലിറ്റിയാണ് അദ്ദേഹം പ്രഘോഷിക്കുന്നത്. വിശുദ്ധരുടെ ജീവചരിത്രവും പാരമ്പര്യമൊക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ട് വചനത്തെ കൂട്ടി പഠിപ്പിക്കുക. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഉള്ളിലെ ആഗ്രഹം പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമാണല്ലോ. അപ്പോൾ ആ ടോക്ക് കേട്ട് എനിക്കിങ്ങനെ തോന്നി, ഈ പോക്കൊന്നും ശരിയല്ല, കുടുംബജീവിതം ചേർന്ന് പോകത്തില്ല. പിന്നെ ഈശോയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന കുടുംബജീവിതം. അപ്പൊ അതുകൊണ്ട് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഇത് ഉപേക്ഷിക്കണം എന്നുള്ളൊരു ബോധ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഇടയ്ക്ക് ഇദ്ദേഹമൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഭാര്യയോട് കാര്യങ്ങളെല്ലാം കൺസേൺ വാങ്ങി, എനിക്കിങ്ങനെ ആത്മീയ ശുശ്രൂഷയ്ക്കായിട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്, ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, അച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പൊയ്ക്കോ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും വീട്ടിൻ്റെ സ്വത്തും മറ്റു കാര്യങ്ങളെല്ലാം അവളെ ഹാൻഡ് ഓവർ ചെയ്തു, എല്ലാം കൊടുത്തു. ഞാൻ ഒരു പെട്ടിയും അതിൻ്റെ അകത്ത് കൊള്ളുന്ന ഒരു 3-4 ജോഡി ഡ്രസ്സും എടുത്തുകൊണ്ട് ഞാൻ ഈ സിസ്റ്ററാണ് എൻ്റെ ആത്മീയഗുരു. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഈ ധ്യാനഗുരുവിനെ കിട്ടിയപ്പോൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ ശുശ്രൂഷയായിട്ട് പോയി. അപ്പോൾ അതിന് സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് ഞാൻ യാത്ര പറയാനായിട്ട് ചെന്നു. കാരണം നമ്മുടെ സിസ്റ്റർ ടെസ്ലിനെ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും സിസ്റ്റർ ചോദിച്ചു, മോനെ നീ എന്നാ വിചാരിച്ചിട്ടാ? വളരെ അധികാരത്തോടെ സിസ്റ്റർ ചോദിക്കുക, നീ ആരാ നിന്നോട് ഈ പ്രബോധനം? ഞാൻ പറഞ്ഞു, എനിക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ട് പ്രേരണമായിരുന്നു, ആ ധ്യാനഗുരു എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നീ നന്നായിട്ട് ആലോചിച്ചിട്ടാണ് പ്രാർത്ഥിച്ചതാണ് തീരുമാനം എടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ സിസ്റ്റർ പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, ഞാൻ എൻ്റെ ആധ്യാത്മിക അധികാരം ഉപയോഗിച്ച് നിന്നോട് പറയുകയാണ്, നിന്റെ ദൈവവിളി എന്ന് പറഞ്ഞ കുടുംബജീവിതമാണ്. നിന്റെ ഭാര്യയും മക്കളെയും മോനെ പ്രമോദെ, നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ ഭാര്യയും മക്കളെ ശുശ്രൂഷ ചെയ്യുക. നീ ലോകം മുഴുവൻ നന്നാക്കിയിട്ട് വരുമ്പോൾ വീട്ടിൽ ഭാര്യയും മക്കളെ നഷ്ടപ്പെട്ടു പോയാൽ ദൈവം നിന്നോട് ഏൽപ്പിച്ച ഭാര്യയ്ക്കും മക്കളെ ആരെ ഉത്തരവാദിത്വം കൊടുക്കുമെന്ന് ചോദിച്ചതുകൊണ്ട്, അതുകൊണ്ട് നീ ഈ പരിപാടി നിർത്തി വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. അത്രയും വിവേകമുള്ള സിസ്റ്റർമാർ നമുക്കുള്ളത് ദൈവത്തിന്റെ സ്തുതി. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സഭയോട് ചേർന്ന് ഇന്ന് നല്ല അധികാരികൾ വിധേയപ്പെട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട്, സഭാത്മകമായ പ്രാർത്ഥനയിലൂടെയൊക്കെ വളർന്ന് വലുതാകാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പ്രിയപ്പെട്ട ടെസ്ലിസ്റ്ററും വട്ടായിലച്ചൻ്റെ ടീമാണ്. ഓക്കെ, ഏതായാലും അന്ന് സിസ്റ്റർ ഇത്ര ആധികാരികമായിട്ട് പറഞ്ഞത് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതം തന്നെ ആകപ്പാടെ നമുക്ക് എങ്ങനെയായി തീരുന്നു. എൻ്റെ കുഞ്ഞുങ്ങള്, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, വേറെ എന്തെല്ലാം ചെയ്താലും ഒരിക്കലും എനിക്ക് തിരുത്താൻ പറ്റില്ല. ശരിക്കും നമ്മൾ കൃത്യമായിട്ട് കർത്താവിനോട് ചേർന്ന് നടക്കാനുള്ള ഒരു വലിയൊരു ആഗ്രഹം നമുക്കുണ്ടാകുമ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. ഇനി നമ്മൾ ചിലപ്പോൾ ഈ കുറെ എക്സ്ട്രീമിലേക്ക് പോകാനൊക്കെ ആയിട്ട് ശ്രമിച്ചാലും ആരിലൂടെയെങ്കിലും ഒക്കെ കർത്താവ് നമ്മളെ തിരുത്തി തീർച്ചയായിട്ടും കൊണ്ടുവരികയാണ്. വാസ്തവത്തിൽ ഇത് ഒത്തിരി പേർക്ക് നല്ലൊരു തിരിച്ചറിവ് കിട്ടേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ സന്യാസ ആധ്യാത്മികത അതൊരിക്കലും കുടുംബജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ളതല്ലത്. അത് പലരും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഒരു കുടുംബനാഥനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എൻ്റെ ഭാര്യയും മക്കളും. അവന് വേണ്ടി ജീവിതം ഉപേക്ഷിച്ച് വന്ന ജീവിത പങ്കാളി, അവനിൽ നിന്ന് ഗർഭം ധരിച്ച് ജന്മം നൽകിയ കുഞ്ഞുങ്ങൾ, ഇവരുടെ ആധ്യാത്മിക പരിശീലനം ആര് നടത്തും? ഇവരുടെ ആത്മാക്കളെ ആര് നേടും? നല്ലൊരു കുടുംബസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തി നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് വേണം എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കും മുന്നോട്ട് പോകാനായിട്ട്. എനിക്കിത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ഒരു ആഗ്രഹങ്ങൾക്ക് എതിരെ നിന്നിട്ടില്ല. ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ദാനം എൻ്റെ ജീവിത പങ്കാളി, 3 മക്കൾ. അപ്പോൾ ഈ മക്കളെയും ഭാര്യയോടും കൂടെ ജീവിക്കുന്നു. ഞാനും പറയും, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗം എന്ന് പറയുന്നത് ദൈവം യോജിപ്പിച്ച കുടുംബമാണ്. വിശുദ്ധ കുദാശയിലൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാര് പരസ്പരം പങ്കുവെച്ച് ബലിയായിട്ട് തീരുമ്പോൾ, മക്കൾക്ക് നല്ല മാതൃ കൊടുക്കുമ്പോൾ നമ്മുടെ വിശ്വാസം പരിപോഷിക്കപ്പെടുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും.
നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നത്, നല്ല അഭിഷേകത്തിലുണ്ടാകുന്നത്, നല്ല ആത്മായ സഹോദരങ്ങളുണ്ട്, നല്ല വിശ്വാസികൾ ഉണ്ടാകുന്നത്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടെന്നേ, വേദനകളൊക്കെ ഉണ്ടെന്നേ. അത് പരസ്പരം പങ്കുവെച്ച് ജീവിക്കുന്ന ഇടങ്ങൾ ഈ ഭൂമിയിലെ സ്വർഗമായിട്ട് മാറുന്നത്. ബ്രദറെ, ഒത്തിരി സന്തോഷം. ബ്രദറിൻ്റെ ഈ ജീവിതാനുഭവങ്ങൾ, ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ കാണിച്ച ആ ഒരു തുറവിയുള്ള മനസ്സിൽ വഴിതെറ്റി പോകാമായിരുന്ന, അതും ആധ്യാത്മികതയുടെ ചില എക്സ്ട്രീമുകളിലേക്ക് പോയി വഴിതെറ്റി പോകാമായിരുന്ന ആ അവസ്ഥയിൽ നിന്നൊക്കെ തിരിച്ച് വന്ന് കൃത്യമായ ഒരു പാതയിലൂടെ ഇപ്പോൾ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അനേകം വൈദികരും ഇതുപോലെയുള്ള നല്ല സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഗൈഡിങ്സ്, ഇതെല്ലാം വലിയൊരു ഭാഗ്യമാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും പ്രമോദ് ബ്രദറെ, മുൻപോട്ടുള്ള ജീവിതത്തിലും ഇതുപോലെ അതിശക്തമായിട്ട് കർത്താവ് അങ്ങയെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷെക്കാന ടെലിവിഷൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ഞങ്ങളോട്, നമ്മുടെ പ്രേക്ഷകരോട് സംസാരിച്ചതിന്, ഞങ്ങളുടെ പ്രേക്ഷകരോട് സംസാരിച്ചതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി. ഒത്തിരി നന്ദി ബ്രദറെ. ഈശോയുടെ നാമത്തിൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ ഒത്തിരി ഉണ്ട്, പറയുന്നില്ല. തന്ന എല്ലാ അവസരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു.